പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും ഈ 8-ാം മാസത്തിൻ്റെ 27ാമത്തെ പ്രഭാത വന്ദനവും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധി നമുക്ക് അടുത്തു ചെല്ലാം. 3-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുവാനുള്ള ശക്തിയുണ്ട്. ഒരുവന്റെ ക്രിസ്തീയ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളുടെ നടുവിൽ മനുഷ്യർ പല വിധത്തിൽ പ്രതികരിക്കും. ചിലപ്പോൾ നമുക്ക് നേരിടുന്ന രോഗങ്ങളെക്കുറിച്ചും സാമ്പത്തിക പ്രയാസങ്ങളെക്കുറിച്ചും എതിർപ്പുകളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പലരും പറഞ്ഞേക്കാം. പലരുടെയും പല വിധത്തിലുള്ള വാക്കുകൾ നമ്മെ തകർക്കുകയും ശക്തിഹീനരാക്കുകയും ചെയ്യാം. ദൈവം നമ്മോട് എന്ത് പറയുന്നു എന്ന് നാം കേൾക്കുവാൻ തയ്യാറാകണം. ശൗലും അയൽ രാജ്യങ്ങളും ദാവീദിനെതിരായി നിന്ന് പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം അതിൽ നിന്നെല്ലാം തന്നെ വിടുവിച്ച് അവനെ ഇസ്രായേലിൻ്റെ രാജാവായി വാഴിച്ചു. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ സ്വന്തം മകനായ അബ്സലോം തനിക്കെതിരായി നിന്നത് നിമിത്തം ദാവീദ് പ്രാണരക്ഷാർത്ഥം സിംഹാസനം വിട്ട് ഓടേണ്ടതായി വന്നു. തനിക്ക് നേരിട്ട ഈ വലിയ വിപത്തുകളുടെ നടുവിൽ ദൈവം പോലും തന്നെ കൈവിട്ടു എന്ന് മറ്റുള്ളവർ ആദ്യം രഹസ്യമായും പിന്നീട് പരസ്യമായും പറഞ്ഞു തുടങ്ങി. പ്രിയ ദൈവമൈതലേ, നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് പോലും രക്ഷ ഉണ്ടാവുകയില്ല എന്ന് ആരെല്ലാം പറഞ്ഞാലും നാം അവരുടെ വാക്ക് ചെവിക്കൊടുക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുക. ഈ പ്രഭാതം ഇതാ, ദൈവം എൻ്റെ രക്ഷയായ യഹോവയായ യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കുകൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ അവനിൽ ആശ്രയിക്കും എന്ന് വചനം പറയുന്നു. ചില സന്ദർഭങ്ങളിൽ ദൈവവും കൂടെ നമ്മെ ഉപേക്ഷിച്ചിരിക്കുന്നുവോ എന്ന് തോന്നുന്ന അനുഭവങ്ങളിൽ കൂടെ നാം പോകേണ്ടതായി വരാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകാതിരിക്കുമ്പോൾ ഇവനെ രക്ഷിക്കാൻ ആരും വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തകർക്കുവാൻ ശത്രു ശ്രമിച്ചെന്നും വരാം. മനുഷ്യരെല്ലാവരും നമ്മെ ഉപേക്ഷിച്ചെന്നും ആരും നമ്മെ സഹായിച്ചില്ലെന്നും വരാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു വഴി കാണിച്ചു കൊടുക്കുവാൻ, ഒരു ജോലി ശരിയാക്കി കൊടുക്കുവാൻ, സാമ്പത്തികമായി നമ്മെ ഒന്ന് സഹായിക്കുവാൻ തുടങ്ങി ഒന്നിനും ആരും കണ്ടില്ലെന്നും ആരും നമ്മെ സഹായിച്ചില്ലെന്നും വരാം. പക്ഷേ ദൈവം ഇതിന് എന്ത് മറുപടി പറയുന്നു എന്ന് നാം ശ്രദ്ധിക്കണം. ഭാവി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസോടുകൂടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്ന ദൈവഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായും അറിയുന്നു എന്ന് ദൈവവചനം പറയുന്നു. ശത്രുക്കളുടെ ഇഷ്ടത്തിന് നമ്മെ വിട്ടുകൊടുക്കുന്ന ദൈവമാണോ നമ്മുടെ ദൈവം? ഒരിക്കലുമല്ല. നമ്മോടുകൂടെ എപ്പോഴുമുണ്ട്. നമ്മെ ഉപദ്രവിക്കുന്ന ശത്രുക്കൾ ഇടറി വീഴും ഒരു നാൾ. ശത്രുവിൻ്റെ പരിഹാസത്തിനും ആക്രമണത്തിനും നമ്മെ വിട്ടുകൊടുത്തിട്ട് മാറിപ്പോകുന്ന ദൈവത്തെയല്ല നാം സേവിക്കുന്നത്. ആമേൻ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ആകയാൽ പ്രിയ ദൈവവേദിയിലെ നാം പലരുടെയും വാക്കുകൾക്ക് മുമ്പേ പതറിപ്പോകാതെ ദൈവ ശബ്ദത്തിനായി കാതോർക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ദൈവത്തിങ്കൽ അവന് രക്ഷയില്ല എന്ന് ആര് പറഞ്ഞാലും, ആര് തള്ളിക്കളഞ്ഞാലും, നമ്മെ ആര് പരിഹസിച്ചാലും, സ്തോത്രം ഒറ്റപ്പെടുത്തിയാലും, ഇന്ന് പകൽക്കാലം നമ്മെ സഹായിക്കുന്ന, നമ്മെ വിടുവിക്കുന്ന, നമ്മെ ഉയർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഈ പ്രഭാതം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആര് കൈവിട്ടാലും, ആര് മറന്നാലും, സ്തോത്രം, ഹല്ലേലൂയ, നമ്മെ മറക്കാത്തൊരു ദൈവം ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നാം പ്രതീക്ഷ വയ്ക്കുന്നവർ ചിലപ്പോൾ നമ്മെ മാനിച്ചെന്ന് വരത്തില്ല. സ്തോത്രം, അവർ സഹായിച്ചെന്ന് വരത്തില്ല.
പക്ഷേ ഇന്ന് പകൽക്കാലം നിന്റെ പ്രതീക്ഷകൾക്കും അപ്പുറമായി നിന്നെ മാനിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയും. നാഥ, ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. നിന്ദകളും പരിഹാസങ്ങളും കർത്താവെ, ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും കർത്താവെ, ആമേ സ്തോത്രം, ഹല്ലേലൂയ, അങ്ങയുടെ മക്കൾ ആമേൻ അനുഭവിക്കുമ്പോൾ ഇന്ന് പകലിൽ കർത്താവ് ജോലി സ്ഥാപനങ്ങളിൽ ആമേ എതിരായി തൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരായി പോരാടുന്ന ആമേ സ്തോത്രം, ഹല്ലേലൂയ, അനേക അനുഭവങ്ങളിൽ കൂടെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ കടന്നു പോകുന്നു. രോഗബലഹീനതയിൽ കർത്താവെ ആയിരുന്നുകൊണ്ട് ആമേൻ ഒറ്റപ്പെടുന്ന അനുഭവങ്ങളിൽ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഏതൊക്കെ അനുഭവങ്ങളിൽ തൻ്റെ മക്കൾ ഒറ്റപ്പെടുന്നുവോ കർത്താവെ, ഇന്ന് പകൽക്കാലം ഒരു അനുഗ്രഹത്തിൻ്റെ കരം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് പറയുന്ന അതേ വ്യക്തികളുടെ നടുവിൽ കർത്താവ്, അതേ ആറായുടെ അനുഭവത്തിലായിരിക്കുന്ന അതേ പട്ടണത്തിൽ എൻ്റെ മക്കൾ എവിടെ ആമേ കഷ്ടത അനുഭവിക്കുന്നു, നിന്നെ അനുഭവിക്കുന്നു, അതേ അനുഭവങ്ങളിൽ കൂടെ ആമേ സ്തോത്രം കർത്താവ്, ഇന്ന് പകൽക്കാലം എല്ലാവരും വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചതുണ്ട്. അനർത്ഥങ്ങളിൽ ആപത്തുകളിലും കർത്താവെ പലവിധമായ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ്. എല്ലാവരും വിടുവിക്കണം, ആശ്വസിപ്പിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതം എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ആത്മീയ ഭൗതിക നന്മ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കണം, മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.